ഇന്ന് രാവിലെ തന്നെ തേങ്ങ പറിക്കുന്ന ആളെയാണ് ഞാൻ കണിയേണ്ടത്. കരിക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ നിർബന്ധപ്രകാരം 2 താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ പെറുക്കിയിട്ടെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ തന്നെ കുറച്ച് അൺഹെൽത്തി ആയിട്ടാണ് കഴിച്ചത്. എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബേക്കറിക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണോ സ്നാക്കാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പക്ഷേ നമ്മുടെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചിലപ്പോൾ ഉപയോഗിക്കലുണ്ട്. അല്ല, കല്ലുമ്മക്കായ് പൊരിച്ചാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കല്ലുമ്മക്കായൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ തട്ടുകടയിലെല്ലാം ഇതിപ്പോൾ ഫേമസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാത്ത ടേസ്റ്റ് തന്നെയാണല്ലേ, വല്ലാത്തൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് അഡിക്റ്റ് ആയി പോകുന്നൊരു തരം ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു ഐറ്റത്തിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ഓരോന്നോരോന്നായി പൊരിച്ചെടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് കേട്ടിട്ടുണ്ട്. സിമ്പിളായിരുന്നു. ഇന്നലെ തന്നെ പുഴുങ്ങിയെല്ലാം വെച്ചുകൊണ്ട് പിന്നെ ഇന്ന് പൊരിക്കൽ പണി മാത്രമേ ഉള്ളൂ. കടലമ്മക്കായും ബൂസ്റ്റ് ആയിരുന്നു. പിന്നെ ചോറിൻ്റെ പണികൾ തുടങ്ങി. ചോറിന് ഇന്ന് പച്ചക്കായ് കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ നേരത്തെ നമ്മൾ കല്ലുമ്മക്കായ് പൊരിച്ച് വെച്ച സെയിം പാനിൽ തന്നെ അയില പൊരിക്കാനും ഇട്ട്. പിന്നെ നമ്മൾ നേരത്തെ പറിച്ച കരിക്ക് നമ്മൾ പറ്റിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 95% തേങ്ങ ആയിട്ടുണ്ട്. അല്ലെങ്കിലും തെങ്ങമ്മക്കറിന്ന് എനിക്കല്ലേ തേങ്ങ ഏത് കരിക്ക് ഏതെന്ന് തിരിയും. പിന്നെ എൻ്റെ നിർബന്ധപ്രകാരം കുടംപുളി ഇട്ടിട്ടുള്ളൊരു മീൻകറി ഉണ്ടാക്കി. ഇവിടെ ആരും അത്ര കുടംപുളി ഫാൻസ് അല്ല, എല്ലാവർക്കും സാധാരണ സാമ്പാർ പൊടിയാണ് ഇഷ്ടം. എനിക്ക് ഈ കുടംപുളി ഇട്ട മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാനും ഉമ്മയും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടുഡേയ്സ് ലഞ്ച് ഹൈലൈറ്റ് ഈസ് മാങ്ങ ഇട്ട ചമ്മന്തിയാണ്. സിമ്പിളായിട്ട് മാങ്ങ ഇട്ടിട്ട് ഒരു വെള്ളച്ചമ്മന്തിയും കൂടി ഉണ്ടാക്കി. എന്ത് കറികളുണ്ടെങ്കിലും ദിസ് ഇസ് മൗത്ത് വാട്ടറിങ്. സോ ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യണേ. ബൈ.